എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ വിവിധ തസ്തികയിൽ സ്ഥിരജോലി അവസരമുണ്ട്. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏതൊക്കെ തസ്തികയിലാണ് ഒഴിവുകളുള്ളതെന്ന് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC വഴി വിളിച്ചിട്ടുള്ള കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള സ്ഥിരജോലിയാണ് നോക്കുന്നത്. ഇവിടെ കാറ്റഗറി നമ്പർ 39/2026 മുതൽ 72/2026 വരെയാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. ഈ എല്ലാ തസ്തികയിലേക്കും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 5 ആണ്. നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 44/2026. അപ്പോൾ ഈ തസ്തികയിൽ ശമ്പളം വരുന്നത് 51,400 തൊട്ട് 1,10,300 വരെയാണ്. പ്രായപരിധി 18 മുതൽ 40 വരെയാണ്. കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇതല്ലെങ്കിൽ AMIE ഇന്ത്യ സെക്ഷൻ A ആൻഡ് B ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇതും അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓർ എനി അതർ ഡിപ്ലോമ, ഇതും അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ തസ്തികയിലേക്ക് സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് വേക്കൻസി ഉള്ളത്. കാറ്റഗറി നമ്പർ 44/2026. അടുത്ത പോസ്റ്റ് വരുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. സ്കെയിൽ ഓഫ് പേ 50,200 മുതൽ 1,05,300 വരെയാണ്. കാറ്റഗറി നമ്പർ 045/2026. പ്രായപരിധി 18 മുതൽ 40 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ഓർ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഓർ മാരികൾച്ചർ ഓർ മറൈൻ ബയോളജി ഓർ കോസ്റ്റൽ അക്വാകൾച്ചർ ഓർ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഓർ അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി ഓർ ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ് ഓർ അക്വാകൾച്ചർ ആൻഡ് ഫിഷറീസ് ബയോളജി or applied fisheries and aquaculture or fish processing technology and aquaculture or aquaculture engineering or zoology ആണ്. ഇതിലേതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത പോസ്റ്റ് ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജിയോളജിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ശമ്പളം 43,400 തൊട്ട് 91,200 വരെയാണ്. വേക്കൻസി 6. കാറ്റഗറി നമ്പർ 046/2026. പ്രായപരിധി 18 മുതൽ 40 വരെ. കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് PG ഡിഗ്രി ഇൻ ജിയോളജി അല്ലെങ്കിൽ മറൈൻ ജിയോളജി ആണ്. ഈ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ്. സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി. ശമ്പളം 43,400 തൊട്ട് 91,200 വരെയാണ്. കാറ്റഗറി നമ്പർ 047/2026. പ്രായപരിധി 20 തൊട്ട് 35 വരെ. ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ആണ്, പ്രിഫറബിളി ഇൻ കെമിസ്ട്രി. പിന്നെ എ ഗുഡ് റെക്കോർഡ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആവശ്യമാണ്. ഇതൊക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഈ തസ്തികയിലേക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ഹൈറ്റ് വിത്തൗട്ട് ഫുട്വെയർ. ജനറൽ കാൻഡിഡേറ്റ്സ് 165 സെൻറ്റിമീറ്റർ, SC ST 160. അതുപോലെ തന്നെ വെയ്റ്റ്, ചെസ്റ്റ് എക്സ്പാൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി അടുത്തത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 48/2026. സ്കെയിൽ ഓഫ് പേ 41,300 തൊട്ട് 87,000 വരെയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പ്രായപരിധി 18 മുതൽ 40 വരെ.
ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയാണ്. ഇനി അടുത്ത പോസ്റ്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ്. തസ്തികയുടെ പേര് സ്റ്റോർ കീപ്പറാണ്. ശമ്പളം 35,600 തൊട്ട് 75,400 വരെയാണ്. വേക്കൻസി 1. കാറ്റഗറി നമ്പർ 49/2026. പ്രായപരിധി 18 മുതൽ 40 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടാതെ 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ശമ്പളം 27,900 മുതൽ 63,700 വരെയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. കാറ്റഗറി നമ്പർ 050/2026. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളവും ആവശ്യമാണ്. അടുത്തത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ബോർഡ് സൈറങ്ക് ആണ്. ശമ്പളം 26,500 തൊട്ട് 60,700 വരെയാണ്. കാറ്റഗറി നമ്പർ 051/2026. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ വാലിഡ് സ്രാങ്ക് ലൈസൻസും ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അപ്ഹോൾസ്റ്ററർ ആണ്. ശമ്പളം 25,100 തൊട്ട് 57,900 വരെയാണ്. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് അപ്ഹോൾസ്റ്ററി ഉണ്ടായിരിക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുടെ ആബ്സെൻസിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും നിയമിക്കുന്നതായിരിക്കും. 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിൽ വേണ്ടത്. ഇനി അടുത്തത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. ശമ്പളം 20,000 തൊട്ട് 45,800 വരെ. കാറ്റഗറി നമ്പർ 054/2026. പ്രായപരിധി 18 മുതൽ 40 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഡിഗ്രി കൂടാതെ എ പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ KGTE ഓർ MGTE അല്ലെങ്കിൽ അതർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ശമ്പളം 9,940 മുതൽ 16,580 വരെയാണ്. കാറ്റഗറി നമ്പർ 056/2026. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGTE വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGTE അല്ലെങ്കിൽ ഇക്വലൻറ്റും ഉണ്ടായിരിക്കണം. ഇനി അങ്ങോട്ടുള്ളതെല്ലാം കാറ്റഗറി ബേസ്ഡ് നോട്ടിഫിക്കേഷൻസ് ആണ്. NCA സ്പെഷ്യൽ കാറ്റഗറി NCA നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ കേരള PSCയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ യോഗ്യതയ്ക്കുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കേരള PSCയുടെ ഔദ്യോഗിക സൈറ്റായ www.keralapsc.gov.in ഓപ്പൺ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ PSC വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ എല്ലാ തസ്തികയിലേക്കും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വിവിധ പോസ്റ്റുകളിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.